അന്തർദേശീയ വാർത്തകൾ കൂടി പരിശോധിക്കാം. ശ്രീലങ്കയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. പ്രസിഡന്റ് അനുരകുമാര ദിസനായകയുടെ NPP കൂറ്റൻ ജയത്തിലേക്ക് അടുക്കുകയാണ്. ദിസനായകയ്ക്ക് ഭൂരിപക്ഷം തേടിയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു നമുക്കൊപ്പം. സുവി, ഗുഡ് മോർണിംഗ്. എങ്ങനെ പുരോഗമിക്കുന്നു വോട്ടെണ്ണൽ? ഗുഡ് മോർണിംഗ് ആര്യ. ശ്രീലങ്കയിൽ നിർണായകമായ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തന്നെയാണ് നടക്കുന്നത്. പ്രസിഡന്റ് അനുര കുമാര ദിസനായകയ്ക്ക് ഭൂരിപക്ഷം തേടിക്കൊണ്ടുള്ള ഒരു വോട്ടെണ്ണൽ ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വോട്ടെണ്ണലിൽ ഈ NPP സഖ്യം വലിയ ഭൂരിപക്ഷം നേടും എന്നാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ആ പ്രവചനങ്ങൾ എല്ലാം തന്നെ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നു എന്ന വിവരമാണ് ശ്രീലങ്കയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള സഭയിൽ പ്രസിഡന്റിന് 3/1 ഭൂരിപക്ഷം വേണമെന്നാണ് കണക്കുകൾ. 225 അംഗസഭയിൽ 113 പേരുടെ ഭൂരിപക്ഷമാണ് അനുര കുമാര ദിസനായകയ്ക്ക് ആവശ്യമുള്ളത്. ദിസനായക വാഗ്ദാനം ചെയ്ത സാമ്പത്തിക പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുന്നതിനും ഈ ഭൂരിപക്ഷം ആവശ്യമാണ്. നേരത്തെ ജയിച്ചപ്പോൾ ഇത്തരത്തിൽ ഒരു ഭൂരിപക്ഷം ദിസനായകയ്ക്ക് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പാർലമെന്റ് പിരിച്ചുവിടുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. 3/1 ഭൂരിപക്ഷം ലഭിക്കണം എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ പാർലമെന്റിൽ ദിസനായകയുടെ പാർട്ടിയായ ജനവിമുക്തി പാർട്ടിക്ക് 3 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചിരുന്നത്. ജനവിമുക്തി പെരവന ഉൾപ്പെടുന്ന നാഷണൽ പീപ്പിൾ പവർ പാർട്ടിക്കാണ് ഇപ്പോൾ കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്നത് എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. സാമ്പത്തിക പരിഷ്കരണങ്ങൾ, അതായത് റെനിൽ വിക്രമസിംഗെ നടപ്പാക്കിയിരുന്ന സാമ്പത്തിക പരിഷ്കരണങ്ങളിൽ മാറ്റം വരുത്തും എന്ന് അനുരകുമാര ദിസനായകയെ വ്യക്തമാക്കിയിരുന്നു. ആ സാമ്പത്തിക പരിഷ്കരണങ്ങളിൽ ഉൾപ്പെടെ മാറ്റം വരണമെങ്കിൽ തീർച്ചയായും ഈ ദിസനായകയുടെ പാർട്ടിക്ക് 3/1 ഭൂരിപക്ഷം വേണം. അതായത് 225 അംഗ പാർലമെന്റിൽ 113 സീറ്റുകൾ വിജയിച്ച് കയറണം എന്നതാണ് ഉള്ളത്. JVP വൻ ഭൂരിപക്ഷം നേടുമെന്നാണ് പ്രവചനങ്ങളുള്ളത്. 1.71 കോടി വോട്ടർമാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 22 മണ്ഡലങ്ങളിൽ നിന്നായി 196 പേരെയാണ് ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കേണ്ടത്. ബാക്കിയുള്ള 29 സീറ്റ് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടികൾക്ക് വീതം വെച്ച് നൽകുകയാണ് ചെയ്യുന്നത്. 8800 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. 2022 സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷമുള്ള ശ്രീലങ്കയിലെ ആദ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആര്യ. ശരി, സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്.